ആക്ടർക്ക് വലിയ റോളുണ്ട് ഇപ്പോഴത്തെ സിനിമകളിൽ. ഒരു ഓളം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, തിയേറ്ററിൽ ഓളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പം കംപ്ലീറ്റ്ലി തിയേറ്ററിക്കൽ ബിസിനസ്സാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പം തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് വരിക. ഇപ്പം ഞാനൊക്കെ ഏറ്റവും കൂടുതൽ പുതിയ ആക്ടേഴ്സിനെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പം എനിക്ക് പേടിയാണ് ചെയ്യാൻ. ഇപ്പം ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്തിട്ട് പോലും നമുക്ക് വിൽക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പം അപ്പോൾ ഒന്ന് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. നമ്മൾ ലിറ്ററലി ബെഗ് ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഇത്രയും നാൾ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് പോലും ബെഗ്. പിന്നെ ഞാനൊരു ഫീമെയിൽ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നതിനും പിച്ച് ചെയ്യുന്നതിനും ഒക്കെ. അവർക്കൊക്കെ എന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കാര്യം ഈ പറയുന്ന എല്ലാ OTT സാറ്റലൈറ്റ് ഇതിലെല്ലാം ഇരിക്കുന്നതെല്ലാം ആണുങ്ങളായതുകൊണ്ട് തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എനിക്കൊരു പരിധി വിട്ട് ആരോടും സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സാന്ദ്ര പറഞ്ഞു ഫീമെയിൽ അപ്പോൾ ഫീമെയിൽ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് തന്നെ 17 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സാന്ദ്രയെ പോലെ ഇത്രയും ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാൾ ഇത് പറയണമെങ്കിൽ സാന്ദ്ര അനുഭവിച്ചത്, അതൊരു ഫീമെയിൽ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് സാന്ദ്ര അനുഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? അത് ആണുങ്ങളെ ഡീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. ഇപ്പം നമ്മളൊരു ഏതൊരു ഓർഗനൈസേഷനിലും വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പോഴും ആണുങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പലരും നമ്മുടെ മുഖത്ത്, നമ്മൾ ചോദ്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി ആയിരിക്കില്ല ഉത്തരം പറയുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാണുണ്ടെങ്കിൽ ആണിനോടായിരിക്കും ഉത്തരം പറയുക. കാര്യം അവർക്ക് നമ്മുടെ മുഖത്ത് നോക്കി കണ്ണി നോക്കി സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അവർ നമ്മളെ കാണുന്നത് അങ്ങനെയല്ല. ഒരു ഇൻസ്ട്രക്ഷൻ എടുക്കേണ്ട ഒരാൾ എന്നുള്ള രീതിയിലല്ല കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഉത്തരം പറയണമെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കി ഉത്തരം പറയില്ല. പിന്നെ പലതും ഞാൻ എന്തിനാ ഇവൾക്ക് ചെയ്തു കൊടുക്കണം, ഞാൻ എന്തിനാ, അപ്പോൾ അതിലും നല്ലതൊരു വേറൊരാൾക്ക് ചെയ്യുന്നതല്ലേ എന്നാണ് അവർ ചിന്തിക്കുക. അപ്പം അങ്ങനെ ഒരുപാട് ഇപ്പം വേറെയും ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഉണ്ടെങ്കിലും ഇപ്പം അവർക്കൊക്കെ സപ്പോർട്ടായിട്ട് ആണുങ്ങൾ ചുറ്റുമുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അല്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ എൻ്റെ സ്ട്രഗിൾ കൂടുതലാണ് എനിക്ക്.